സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കരിപ്പൂർ വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ തകർന്ന ഭാഗങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. എയർ ഇന്ത്യയുടെ ഡൽഹിയിലെ യാർഡിലേക്കാണ് വിമാനഭാഗങ്ങൾ മാറ്റുന്നത്. കരിപ്പൂരിൽ വിമാനത്താവള കവാടത്തിന് സമീപം പഴയ ലാൻഡ് അക്വിസിഷൻ ഓഫീസിനോട് ചേർന്ന സ്ഥലത്തായിരുന്നു വിമാനഭാഗങ്ങൾ കൂട്ടിയിട്ടിരുന്നത്. ഇന്ന് രാവിലെ വലിയ ലോറികളിൽ കയറ്റി റോഡ് മാർഗമാണ് ഡൽഹിയിലേക്ക് തിരിച്ചത്. 2020 ഓഗസ്റ്റ് 7-നായിരുന്നു കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടത്തിൽപ്പെട്ടത്. പൈലറ്റ് ഉൾപ്പെടെ 21 പേർ മരണമടഞ്ഞ അപകടത്തിൽ 150ഓളം പേർക്കാണ് പരിക്കേറ്റത്. ദുബായിൽ നിന്നും 184 യാത്രക്കാരും 6 ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അപകടത്തിൽപ്പെടുകയായിരുന്നു. റൺവേയിൽ നിന്ന് തെന്നിമാറി ചതുപ്പ് നിലവും കടന്ന് 35 മീറ്ററോളം താഴേക്ക് വീണു. 3 കഷ്ണമായി പിടരുകയായിരുന്നു. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത വിമാനത്തിന്റെ മുൻഭാഗം പുറത്തെത്തി. ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. എയർ1 ന്യൂസ്, കരിപ്പൂർ. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.